നമസ്കാരം. പൊളിമിക്സ് തുടങ്ങുകയാണ്. ഏവർക്കും സ്വാഗതം. പൊളിമിക്സ് ഇന്ന് പതിവ് രീതി ഒന്ന് മാറ്റിപ്പിടിക്കുകയാണ്. ഒരു ഗുസ്തിയോടെ തുടങ്ങാനാണ് ആലോചന. ഗുസ്തി എന്നാൽ വെറും ഗുസ്തിയല്ല, ഒരവതാര ഗുസ്തി. അവതാരം എന്നാൽ അറിയില്ലേ? പണ്ട് പിണറായി വിജയൻ പറഞ്ഞ അതേ അവതാരം. ആ VIP അവതാരത്തിൻ്റെ പേര് പൊളിമിക്സ് എന്തായാലും പറയുന്നില്ല. കക്ഷിയുടെ അഭ്യാസം കണ്ടാൽ പ്രേക്ഷകർക്ക് താനേ ആളെ മനസ്സിലാകും. എന്നിട്ടും മനസ്സിലാകാത്തവർക്ക് മുൻ RSSന്റെ ബൗദ്ധിക് പ്രമുഖ TR സോമശേഖരൻ ആളെ പരിചയപ്പെടുത്തും. ഇതുപോലെ ഒരുപാടെണ്ണമുണ്ട്. രാംപാലിൻ്റെ വലിയ സാമ്രാജ്യമുണ്ട്. ഈ ബാബ രാംദേവിൻ്റെ പോലും അതിലിപ്പോൾ ഈ പലവ്യഞ്ജനപ്പൊടിയും ഗോതമ്പൊടിയൊക്കെ ഉണ്ടാക്കി വിറ്റാലും ശരി, ഇയാൾക്ക് ഇതുപോലെ വലിയൊരു അധോലോകമുണ്ട്, വലിയൊരു ബിസിനസ് സാമ്രാജ്യമുണ്ട്. ഈ രാംദേവിനെയും മറ്റേ രവിശങ്കറിനെയും അടുപ്പിക്കാൻ പാടില്ല. ഇവരടുത്ത് വന്നാൽ നാശം ഉണ്ടാവുന്നതിന് സംശയമൊന്നുമില്ല. ഇതൊക്കെ മാഫിയകളാണ്. എന്തായാലും പൊളിമിക്സ് ഇവരെ ഒന്നും അടുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതേ ഇല്ല. മറ്റൊന്നും കൊണ്ടല്ല, നശിക്കാനാകാത്തത് കൊണ്ടാണ്. സോമശേഖരൻ ജി പറഞ്ഞതുപോലെ നശിച്ചു പോകാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട്. മോദിജിയുടെ ഭരണത്തിൽ നാട് മെച്ചപ്പെടുന്നില്ലെന്ന് ആരാണ് പറഞ്ഞത്? ആര് പറഞ്ഞാലും അത് വെങ്കയ്യാജി സമ്മതിച്ചു തരികയേ ഇല്ല. കേരളത്തിൽ ഒരിടത്തെങ്കിലും BJP ജയിച്ചാൽ വലിയ മാറ്റം കാണാമെന്നായിരുന്നു വെങ്കയ്യാജി അന്ന് കോട്ടയത്ത് പറഞ്ഞത്. പൊളിമിക്സിന് അന്ന് അതത്ര വിശ്വാസമായിരുന്നില്ല. എന്നാൽ ഇന്ന് പൊളിമിക്സ് വിശ്വസിക്കുന്നു. മാറ്റം വന്നിട്ടുണ്ട്. BJP-ക്കാർക്കെങ്കിലും കണ്ടില്ലേ, കോട്ടയ്ക്കലിൽ നിന്ന് കോട്ടയത്തേക്ക് എത്തുമ്പോൾ
വെങ്കയ്യാജിയുടെ പ്രസംഗത്തിൽ BJP-ക്കാർ നടത്തുന്ന പരിഭാഷയിൽ വന്ന മാറ്റം അതുതന്നെ വലിയൊരു മാറ്റമല്ലേ? Money is playing an important role in election. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ഘടകമെന്ന് പറയുന്നത് പണമായിട്ട് മാറി. We also have frequent election festivals. അതുപോലെ തന്നെ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് തെരുതെരെ ഇലക്ഷന്റെ ഒരു ഉത്സവം തന്നെ നടത്തുകയാണ്. Every 6 months or every 9 months, every year, one election or other. Election means 3-point program. Election, selection, correction. അതുപോലെ തന്നെ എല്ലാ 3 മാസവും 4 മാസവും 6 മാസവും 1 വർഷവും ഒക്കെ കൂടുമ്പോൾ അത് ഇലക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഇലക്ഷനിൽ നമ്മൾ സെലക്ട് ചെയ്യുകയും അതുപോലെ തന്നെ അഴിമതി കാണിക്കുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടത്തുന്ന കാര്യമാണ് വെങ്കയ്യാജി പറഞ്ഞു വന്നത്. ഇത് കേട്ടപ്പോഴാണ് പൊളിമിക്സിന് ഒരു കാര്യം ഓർമ്മ വന്നത്. പണ്ട് ബംഗാളിലെ ഇലക്ഷനെ കുറിച്ച് വെങ്കയ്യാജി പറഞ്ഞപ്പോൾ ശീമാട്ടിയിലെ സെലക്ഷനെ കുറിച്ച് പരിഭാഷപ്പെടുത്തിയ കാര്യം. Now in this election also see what is happening. ഇപ്പോൾ നമ്മൾ സെലക്ഷൻ സീവാട്ടറിൽ പോയി നമ്മൾ എന്താണ് സംഭവിക്കുന്നത്? സീവാട്ടറിൽ പോയി നമ്മൾ എന്താണ് സംഭവിക്കുന്നത്? Fortunately, elections in West Bengal, elections in Kerala are taking place simultaneously. ശരിക്ക് വെസ്റ്റ് ബംഗാളിലും കേരളയിലും അതുപോലെയുള്ള ഒരു സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സൈമുൾട്ടാനിയസ് ആയിട്ടുള്ള ഒരു ഇലക്ഷനാണ് നമ്മുടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി BJP-ക്കെതിരായ CPM കോൺഗ്രസ് കൂട്ടുകെട്ടിനെ കുറിച്ചാണ്. We are also seeing people changing parties. അതുപോലെ തന്നെ ആൾക്കാർ ഒരു പാർട്ടിയിൽ നിന്ന് വേറെ പാർട്ടിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും. Morning one party, afternoon another party by using latest party. അതുപോലെ തന്നെ ഉച്ചയാകുമ്പോഴത്തേക്കും വേറൊരു പാർട്ടി ചേരുന്ന വൈകുന്നേരമാകുന്നത് മറ്റൊരു പാർട്ടി ചേരും. ഇത് കേട്ടപ്പോഴാണ് രാത്രിയെക്കുറിച്ചും വൈകുന്നേരത്തെക്കുറിച്ചുമൊക്കെ അന്ന് വെങ്കയ്യാജി പറഞ്ഞത് മലയാളികൾ മനസ്സിലാക്കിയത് അങ്ങനെയായിരുന്നില്ല എന്ന് പൊളിമിക്സിന് മനസ്സിലായത്. The morning marriage, afternoon divorce, again night living together. That is the state of the Congress and Communist parties. Yes, നമ്മുടെ ഇവിടെ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ചെയ്തുകൊണ്ടിരിക്കുന്നത് രാവിലെ കല്യാണം, ഉച്ചയ്ക്ക് മാരേജ്, രാത്രിയാൽ കൂടെ കിടക്കുന്ന അത്തരത്തിലുള്ള ഒരു സംവിധാനമല്ലേ നമ്മുടെ കേരളത്തിൽ ഇരു മുന്നണികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മുടെ അദ്ദേഹം ചോദിക്കുന്നത്. ഇനി പറയുന്നത് ഗ്രൂപ്പ് രാഷ്ട്രീയത്തെ കുറിച്ചാണ്. And we are also seeing family fights in political parties. അതുപോലെ പാർട്ടിയിൽ നമുക്കറിയാം കുടുംബ വഴക്ക് നമുക്ക് കാണാൻ സാധിക്കും. Son fights against father. മകൻ അച്ഛനെതിരെ യുദ്ധം ചെയ്യുന്നു. Father fights against brother. അതുപോലെ തന്നെ അച്ഛൻ സഹോദരനെതിരെ യുദ്ധം ചെയ്യുന്നു. They expel each other. അവർ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പുറത്താകുന്നു. And they come together again. വീണ്ടും അവർ ഒന്നാകുന്നു. And political parties also they fight against each other in Kerala. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം അടിക്കുന്നു. ക്ഷമിക്കണം വെങ്കയ്യാജി, താങ്കൾ ഗ്രൂപ്പ് രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പരിഭാഷകൻ അന്ന് ഞങ്ങളോട് പരിഭാഷപ്പെടുത്തിയത് ഗ്രൂപ്പ് രാഷ്ട്രീയത്തെക്കുറിച്ചായിരുന്നു. ഗ്രൂപ്പ് രാഷ്ട്രീയത്തെക്കുറിച്ച് They are trying to deceive the people of Kerala. They are having a dupe fighting. That is not the real fighting. They will join together after elections. കേരളത്തിൽ അവര് ഗ്രൂപ്പ് ഫൈറ്റിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിയായ രീതിയിലുള്ള ഒരു പ്രവർത്തനമല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള പ്രവർത്തനം ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇത്തവണ വെങ്കയ്യാജി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എത്ര ഗ്രൂപ്പാണെന്ന് എണ്ണി പറഞ്ഞു. CPI, CPM, CPML, Sitaramaya, Ganapati, CPM Raghavan, CPM Doriamma, CPM Amma, Iamma, how many Ammas? And then we also see regional parties, DMK, PMK, MDMK, ADMK, DMDK. How many parties, regional parties, same thing happened to that party also. Janata Dal also you have seen Ajit Singh, A, B, Bommai, C, Chandrasekhar, D, Devagowda, ABCDF, Janata Dal tough, aisa ho gaya Janata Dal ka. ഇനി കോൺഗ്രസിൽ എത്ര ഗ്രൂപ്പ് ഉണ്ടെന്നറിയണ്ടേ? അതും വെങ്കയ്യാജി തന്നെ പറയും. Orissa Congress, Kerala Congress, Bangla Congress, Janata Congress, Ruling Congress, High Congress, New Congress, West Congress, No Congress, Tiwari Congress, Tawari Congress, Antony Congress, Sudhiran Congress, Ramesh Chenitala Congress, Mohan Gandhi Congress. How many Congress? Nobody knows. സമ്മതിച്ചല്ലോ, വെങ്കയ്യാജി പറഞ്ഞത് എല്ലാവരും സമ്മതിച്ചല്ലോ. BJP ഭരണം കൊണ്ട് BJP-ക്കാർക്ക് നേട്ടമില്ലെന്നു മാത്രം ഇനി ആരും പറയരുത്. ഇനി അങ്ങനെ ആർക്കെങ്കിലും പറയണമെന്ന് തോന്നുകയാണെങ്കിൽ ഇതുകൂടി കേൾക്കണം. പണ്ട് കോട്ടക്കലിൽ വെങ്കയ്യാജി പരിഭാഷകനോട് പറഞ്ഞത്, Modi means MODI, making of developed India. That is Modi.
മോഡി എന്ന് ഉദ്ദേശിക്കുന്നത് മേക്കിംഗ് ഓഫ് ഡെവലപ്പ് ഇന്ത്യ എന്നാണ് മോഡി എന്ന് ഉദ്ദേശിക്കുന്നത്. Making of develop India, what is that in Malayalam? Tell it now. ഇന്ത്യയുടെ പുരോഗതിക്ക്, ഇന്ത്യയുടെ വികസനത്തിന്, ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണ് മോഡി എന്നാണ് ഉദ്ദേശിക്കുന്നത്. You are translating my English to your English. You have to translate to Malayalam. They know that very well. യെസ്, വി നോ വെരി വെൽ, വെരി വെരി വെൽ. ഇത്രയും പഠിച്ച സ്ഥിതിക്ക് ഇനി ഒരു ഇടവേളയ്ക്ക് പോകാം. അതിനുശേഷം മുതിർന്ന പൗരന്മാരുടെ ചില ചിന്തകളിലേക്ക് വരാം. 3 മുതിർന്ന പൗരന്മാരുടെ വാർദ്ധക്യകാല ചിന്തകളിലേക്ക് പോകാം. ആദ്യത്തേത് മറ്റാരുമല്ല, നമ്മുടെ മണിയാശാൻ തന്നെയാണ്. ആശാൻ ആളൊരു ശുദ്ധഗതിക്കാരനാണെന്നത് ഹൈറേഞ്ചിന് താഴെയുള്ളവർക്ക് അത്രയങ്ങ് ബോധ്യപ്പെട്ടുകൊള്ളണമെന്നില്ല. നേരെ വാ നേരെ പോ എന്നതാണ് ആശാന്റെ ഒരു ലൈൻ. അത് പാർട്ടി ലൈനായാലും വൈദ്യുതി ലൈനായാലും അക്കാര്യത്തിൽ ആശാൻ നിർബന്ധ ബുദ്ധിക്കാരനാണ്. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ആശയങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും ഇവിടെ കൊണ്ടൊന്ന് വിളമ്പെടുക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. അതൊക്കെ ചെയ്താൽ പിന്നെ പറയാതെ പോകാൻ പറ്റില്ല. അന്നേരം പിന്നെ നമ്മളോട് നിങ്ങൾക്ക് വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നില്ല, ഇല്ലേ? ഞാൻ പറയാം, ആര്യാടെ മുഹമ്മദാണ് ഇതിന് തലക്കല്ലിട്ടതെങ്കിൽ അങ്ങനെ തന്നെ എഴുതി വെക്കണം. എന്തിനാ അത് എഴുതി വെച്ചതുകൊണ്ട് മണിക്കൊന്നുമില്ല, സന്തോഷമേ ഉള്ളൂ. അങ്ങനെ ഒരു 10 വയസ്സല്ലേ ഇരിക്കട്ടെ, അദ്ദേഹത്തിന് അതിന്റെ ക്രെഡിറ്റ്. മനസ്സിലായില്ലേ? അത് ഇടയ്ക്ക് നീ തട്ടിക്കളയുന്ന ഈ പണി, ഏത് ചരിത്രത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന പണിയൊന്നും തീരെ ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ് അത് ഈ കാര്യത്തിനല്ല, ഏത് കാര്യത്തിനും ഇതിന്റെ പ്രശ്നം. ഈ കേരള സമൂഹത്തിന്റെ പുരോഗതിക്ക് ഞങ്ങൾ മാത്രമാണ് പങ്കുവഹിച്ചതെന്ന് ഞാൻ പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവുന്നത്? എന്താണ് മണിയാശാനെ ഇങ്ങനെ പ്രകോപിപ്പിച്ചതെന്നല്ലേ? അതിന് ഈ കളി കാണും മുമ്പേ ഇതിന്റെ കഥയൊന്ന് കേൾക്കണം. ഇവിടെ ശ്രീ പ്രദീപ് കുമാറിന്റെ മണ്ഡലത്തിൽ പ്രിയമുള്ളവരുടെ സമ്പൂർണ്ണ വൈദ്യുതീകരണം നടന്നു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ പ്രഖ്യാപനം നിങ്ങളുടെ എല്ലാ അനുമതിയോടുകൂടി ഞാൻ ഈ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയാണ്. ഒരു മഹത്തായ നേട്ടമാണ് ഈ രംഗത്ത് കൈവരിച്ചത്. ബോർഡിലെ ജീവനക്കാരെയും ജനപ്രതിനിധിയായ MLA-യും മറ്റ് ജനപ്രതിനിധികളും അതേപോലെ കോഴിക്കോട് കോർപ്പറേഷനും എല്ലാം വലിയ പങ്ക് ഈ കാര്യത്തിൽ വഹിച്ചിട്ടുണ്ട് എന്ന കാര്യവും ഞാൻ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കുക. ആശാൻ പറഞ്ഞതല്ലേ ശരി? ആര് നല്ലത് ചെയ്താലും നല്ലതെന്ന് പറയണ്ടേ? അങ്ങനെയല്ലേ പറയേണ്ടത്? ദേശീയ സ്വാതന്ത്ര്യ സമരം നയിച്ചത് കോൺഗ്രസ് ആണെന്നുള്ള ചരിത്രം നിശ്ചയിക്കാൻ പറ്റുമോ? ചരിത്ര സത്യവും മറ്റ് പല വിഭാഗങ്ങളും അതിൻ്റെ ഭാഗമായി ഉണ്ട്. അത് കോൺഗ്രസ് അംഗീകരിക്കണം, കമ്മ്യൂണിസ്റ്റുകാരും അംഗീകരിക്കണം, അന്യോന്യം അംഗീകരിക്കുന്നതാണ് ചരിത്ര സത്യമാണ്. കാരണം ഞാനിപ്പോ LDF തന്നെ ഈ പങ്കെല്ലാം വഹിച്ചൊന്നും അഭിപ്രായപ്പെടുന്നില്ല. LDF-ന് കൂടുതൽ കാണും, UDF-നും അതിൻ്റെതായ പങ്ക് കാണും എന്നുള്ളത് അതിന് ഉറപ്പാണ്. വ്യത്യസ്ത വീക്ഷണങ്ങൾ ഓരോ പ്രശ്നവും നടപ്പിലാക്കുമ്പം വരും. ആശാൻ പറയുന്നതിൽ കാര്യമില്ലേ? നല്ലതാര് ചെയ്താലും നല്ലതെന്ന് പറയണ്ടേ? ചരിത്രത്തെ അങ്ങനെ മറക്കാൻ പാടുണ്ടോ? ഇപ്പൊ മാർച്ച് 31 പ്രഖ്യാപിച്ചാൽ പോലും കുറച്ച് നാൾ കഴിയുമ്പം വീണ്ടും വൈദ്യുതി ഇല്ലാത്ത വീടുകൾ വരുമെന്നുള്ളത് സ്വാഭാവികമാണ്. അത് സ്വാഭാവികമാണ്. കാരണം നേരത്തെ 4 ജില്ലകളിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണം പ്രഖ്യാപിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോഴവിടെ ഇനിയും ആയിരക്കണക്കിന് വീടുകൾ, പുതിയ വീടുകൾ, പുതിയ സംവിധാനവും വന്നിരിക്കുന്നു. വൈദ്യുതീകരണത്തിന് ഇനിയും അവിടെ വൈദ്യുതി കണക്ഷൻ ലഭിക്കേണ്ടതുണ്ട്. അതാണ് നമ്മുടെ അനുഭവം. ആശാൻ ആയതുകൊണ്ടല്ലേ ഈ സത്യം അങ്ങ് തുറന്നു പറഞ്ഞത്? മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അങ്ങനെ പറയുമായിരുന്നു. മാർക്സിസം ലെനിനിസമാണ് മണിയാശാന്റെ ജീവവായുവെങ്കിലും ആളൊരു പ്രായോഗിക മതിയാണ്. ഇനിയും ആർക്കെങ്കിലും അത് മനസ്സിലായില്ലെങ്കിൽ ഡങ് സിയാവോപിങ്ങിന്റെ ഈ പഴയ വചനം കൂടി ഒന്ന് കേട്ടെ. പണ്ട് ചൈനയിലെ ഒരു നേതാവ് പറഞ്ഞവരെ
പൂച്ച കറുത്തതോ വെളുത്തതോ അല്ല പൂച്ച കറുത്തതോ വെളുത്തതോ എന്ന് നോക്കണ്ട, എലി പിടിക്കുമെന്ന് നോക്കിയാൽ മതി എന്ന് പറഞ്ഞാല് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. അതിൽ നൽകേണ്ട ഓരോരുത്തർക്കും നൽകേണ്ട ബാധ്യത നൽകേണ്ടതുണ്ട്, ഉത്തരവാദിത്വം നൽകേണ്ടതുണ്ട്. അത് മാത്രമായിരിക്കും ശരി. എന്തായാലും മണിയാശാൻ എലിയെ പിടിക്കുമെന്ന കാര്യത്തിൽ പൊളിമിക്സിന് സംശയമേയില്ല. ഇനി അല്പം വാർദ്ധക്യകാല ചിന്തകളാണ്. മുതിർന്നവർ, അവരാരുമാകട്ടെ, രാഷ്ട്രീയക്കാരാകട്ടെ അല്ലാത്തവരാകട്ടെ, അവരോട് കാണിക്കേണ്ട ചില സാമാന്യ മര്യാദകളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ. മുതിർന്നവരെ കൊണ്ട് ഇക്കാര്യങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയിപ്പിക്കുന്നത് അത്ര ശരിയല്ല എന്ന് പൊളിമിക്സിന് നന്നായി അറിയാം. പക്ഷേ എന്തു ചെയ്യും? പറയിപ്പിച്ചല്ലേ പറ്റൂ. പണ്ടൊന്നും കേട്ടിട്ടില്ലാത്ത നിരവധി രോഗങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇതിനെയെല്ലാം കൂടുതലായും വിധേയമാകുന്നത് താരതമ്യേന പ്രായം ചെന്നവരാണ്. എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഏത് സംഭവ വികാസങ്ങളുടെയും ഇരകളായി ആകുന്നവരിൽ പ്രഥമ സ്ഥാനം മുതിർന്ന പൗരന്മാർക്കാണ് എന്നാണ് അർത്ഥം. അതുകൊണ്ട് മുതിർന്ന പൗരന്മാരുടെ പ്രശ്നങ്ങൾക്ക് മുന്തിയ പരിഗണന നൽകേണ്ടതുണ്ട്. തീർച്ചയായും മുതിർന്ന പൗരന്മാർക്കുള്ള പരിഗണന അവർക്ക് നൽകിയേ പറ്റൂ. ഇല്ലെങ്കിൽ അവരിടയ്ക്കിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരെ കൊണ്ടിങ്ങനെ പറയിപ്പിക്കുന്നത് പുതിയ തലമുറ ചെയ്യുന്ന തെറ്റ് തന്നെയാണ്. അതിലും പൊളിമിക്സിന് സംശയമില്ല. ഈ സൗകര്യം മതിയോ? കൂടുതൽ സൗകര്യങ്ങൾ സ്റ്റാഫിന് നോക്കിയാൽ തക്ക വിധത്തിലുള്ളത് തരണം എന്നുള്ള നിലയിലുള്ള ആവശ്യമാണ് ഗവൺമെൻറ്റിൻ്റെയും ബന്ധപ്പെട്ടവരുടെയും മുമ്പിൽ ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ളത്. അവർ ഇതാണ് തന്നിരിക്കുന്നത്. പറ്റുമോ എന്നുള്ളത് നോക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടിരിക്കുന്നത്. അല്ല, ഈ പുതിയ തലമുറയ്ക്ക് മുതിർന്ന പൗരന്മാർ ചെയ്ത സേവനങ്ങളെ എങ്ങനെയാണ് ഇത്ര വേഗം മറക്കാനാകുന്നത്? രോഗനിഷ്ഠമായ കാലവും കർമ്മകാണ്ഡവും നമ്മുടെ സാമൂഹിക ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ചെലവഴിച്ചവരാണ്. ഇപ്പോഴത്തെ തലമുറ അനുഭവിക്കുന്ന പല സൗഭാഗ്യങ്ങളും വിത്തുകൾ പാകിയതും അവ നട്ടു നനച്ച് വളർത്തിയതും ഇന്നത്തെ മുതിർന്ന പൗരന്മാരാണ്. പിണറായി വിജയനായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസ്സാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവുമനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. അതിനെല്ലാം ഈടുവയ്പ്പിലാണ് പുതിയ തലമുറ ജീവിതത്തിൻ്റെ വിജയ പടവുകൾ കൂട്ടിക്കയറുന്നത്. അതുകൊണ്ട് മുതിർന്ന പൗരന്മാരോടുള്ള സമീപനത്തിൽ പുതിയ തലമുറ കുറച്ചുകൂടി സ്നേഹവസൃണമായ സമീപനം സ്വീകരിക്കാൻ തയ്യാറാകണം. ഈ വാക്കുകൾ പൊളിമിക്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ചു. എന്തു ചെയ്യാനാകും? പൊളിമിക്സിന് ഒന്നും ചെയ്യാനാകില്ല. ഇത് കേൾക്കേണ്ടവരെ കേൾക്കേണ്ട സമയത്ത് കേൾപ്പിക്കുകയല്ലാതെ. മുപ്പത്തിയേഴ് വർഷം സിനിമയിൽ അഭിനയിച്ചിട്ടും പാടി അഭിനയിക്കാൻ യോഗമില്ലാതെ പോയ ഒരു ഹതഭാഗ്യനെ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതാ കണ്ണിറയെ കണ്ടോളൂ. കോമഡി സബ്ജക്റ്റായിട്ടുള്ള ഞാൻ മലയാള സിനിമയിൽ വന്നിട്ട് വളരെ 37 വർഷത്തോളം ആകുന്നു. എങ്കിലും സിനിമകളിൽ പാടി അഭിനയിക്കുവാനുള്ള അപൂർവം അവസരങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. എങ്കിൽ അവിടെ ഇവിടെയായിട്ടൊക്കെ. പക്ഷെ ഒരു മുഴുനീള ചിത്രം എന്ന് പറയുന്ന പോലെ മുഴുനീള അഭിനയിക്കാൻ കിട്ടിയൊരു അവസരമാണ് ഈ ആൽബം. പ്രേം നസീറും സത്യനും മമ്മൂട്ടി മോഹൻലാലും ഒക്കെ
പെണ്ണുങ്ങളോട്ട് ആളിപ്പാളി നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കുറച്ച് വിഷമതയോടുകൂടെ അത് കണ്ടിരിക്കേണ്ട ഒരവസ്ഥ അന്നുണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഈ വയസ്സാം കാലത്ത് സാക്ഷാത്കാരമായി എന്നുള്ളത് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ കൊച്ചുപ്രേമന്റെ ഈ കൊച്ചു കൊച്ചു സന്തോഷ കാഴ്ചയോടെ ഇന്നത്തെ പൊളിമിക്സ് ഇവിടെ അവസാനിക്കുന്നു. നാളെ ഇതിലും വലിയ സന്തോഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.